മേഖലയിൽ റഷ്യൻ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടയിൽ സമുദ്ര അതിർത്തിയിലെ യുദ്ധ നടപടികൾക്ക് താൽക്കാലിക വിരാമം കുറിക്കാൻ യുക്രൈൻ താൽപര്യം പ്രകടിപ്പിക്കുന്നതായി സൂചന. റോയിട്ടേഴ്സ് പുറത്തുവിട്ട പ്രത്യേക റിപ്പോർട്ട് അനുസരിച്ച് കരിങ്കടലിലെ സിവിലിയൻ ലക്ഷ്യങ്ങൾക്കും തന്ത്രപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും നേരെ ഇരുവിഭാഗവും നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കീവ് ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിലെ വ്യവസായ ചരക്ക് നീക്കങ്ങൾ തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷ ഭീഷണിയിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കരിങ്കടലിലൂടെ കടന്നുപോകുന്ന ചരക്കു കപ്പലുകൾ, പ്രമുഖ തുറമുഖങ്ങൾ, മറ്റ് സമുദ്ര ഗതാഗത കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ കടുത്ത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് റഷ്യ അഴിച്ചുവിട്ടത്. ലോകത്തെ പ്രധാന ധാന്യ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ യുക്രൈന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ കാർഷിക കയറ്റുമതി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മോസ്കോയുടെ ഈ തന്ത്രപരമായ ആക്രമണങ്ങൾ. ഇതിന് മറുപടിയായി റഷ്യൻ നാവിക താവളങ്ങൾക്കും തന്ത്രപ്രധാന കപ്പലുകൾക്കും നേരെ യുക്രൈനും കടൽ ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടികൾ നൽകിയിരുന്നു. തുടർച്ചയായ തിരിച്ചടികളും ആക്രമണങ്ങളും മേഖലയിലെ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തെ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാക്കി. കരിങ്കടൽ വഴി ലോകവിപണിയിലേക്ക് കടന്നുപോകേണ്ടിയിരുന്ന ദശലക്ഷക്കണക്കിന് ടൺ ഗോതമ്പും മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ സംജാതമായി. ഇതോടെ പാവപ്പെട്ട പല ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലും ആഗോളതലത്തിലും ഭക്ഷ്യധാന്യവില കുതിച്ചുയരാനിടയായി. ഈ ഗുരുതര സാഹചര്യം കണക്കിലെടുത്താണ് സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച ഈ സമാധാന നിർദ്ദേശം നേരിട്ടല്ലാതെ ഒരു മൂന്നാം കക്ഷി വഴിയാണ് യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ റഷ്യയുമായി നേരിട്ടുള്ള നയതന്ത്ര സംഭാഷണങ്ങൾക്ക് വഴിയില്ലാത്തതിനാൽ സമാധാന ചർച്ചകളിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര നയതന്ത്ര ശക്തികളെയാണ് കീവ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. മോസ്കോയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു മറുപടിക്കായി നിലവിൽ യുക്രൈൻ കാത്തിരിക്കുകയാണ്. എന്നാൽ റോയിട്ടേഴ്സ് റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വിഷയത്തിൽ വൻ അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. യുക്രൈന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വെടിനിർത്തൽ നിർദ്ദേശമോ ഔദ്യോഗിക ആശയവിനിമയമോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് റഷ്യ വ്യക്തമാക്കിയത്. ഔദ്യോഗിക രേഖകളോ കൃത്യമായ നിബന്ധനകളോ ഇല്ലാതെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് റഷ്യൻ ഭരണകൂടം. അതേസമയം കരിങ്കടലിലെ സുരക്ഷാ സാഹചര്യം വൻതോതിൽ വഷളാകുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി തുർക്കി രംഗത്തെത്തിയിട്ടുണ്ട്. കരിങ്കടലിലെ തന്ത്രപ്രധാന നാവിക പാതകളിൽ ഇരു രാജ്യങ്ങളും അടിയന്തരമായി ആക്രമണ നിരോധനം പ്രഖ്യാപിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും ആഗോള വിപണിയിലേക്ക് ധാന്യങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കാനും ഇത് അത്യാവശ്യമാണെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു. നേരത്തെ റഷ്യയും യുക്രൈനും തമ്മിൽ ഒപ്പുവെച്ച കരിങ്കടൽ ധാന്യ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച രാജ്യമാണ് തുർക്കി. റഷ്യ കരാറിൽ നിന്ന് പിന്മാറിയതോടെയാണ് കരിങ്കടലിൽ വീണ്ടും കപ്പലുകൾക്ക് നേരെ ആക്രമണം രൂക്ഷമായത്. അതിനാൽ തന്നെ മേഖലയിലെ സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇരുകൂട്ടരെയും ചർച്ചാമേശയിൽ എത്തിക്കാൻ അങ്കാറ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. യുദ്ധം മൂലം കരിങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനുള്ള ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയർന്നത് അന്താരാഷ്ട്ര ചരക്ക് കടത്തുകാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആക്രമണ ഭീഷണിയെ തുടർന്ന് പല അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളും യുക്രൈനിയൻ തുറമുഖങ്ങളിലേക്ക് സർവീസ് നടത്താൻ മടിക്കുകയാണ്. ഇത് യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കരിങ്കടലിൽ തങ്ങളുടെ സാന്നിധ്യവും ആധിപത്യവും നിലനിർത്തേണ്ടത് യുക്രൈന് സാമ്പത്തികമായും തന്ത്രപരമായും അത്യന്താപേക്ഷിതമാണ്. നാറ്റോ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക സമുദ്ര ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യയുടെ കരിങ്കടൽ നാവിക വ്യൂഹത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ യുക്രൈന് സാധിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തെ തുറമുഖങ്ങൾ സുരക്ഷിതമായി നിലനിർത്താൻ സൈനിക നടപടികൾക്ക് താൽക്കാലിക ശമനം ആവശ്യമാണെന്ന് കീവ് തിരിച്ചറിയുന്നു. മറുഭാഗത്ത് സിവിലിയൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് നിർത്തിയാൽ അത് യുക്രൈന് സൈനികമായും സാമ്പത്തികമായും വീണ്ടും കരുത്താർജിക്കാൻ അവസരമൊരുക്കുമോ എന്ന് റഷ്യ ഭയപ്പെടുന്നു. കരിങ്കടലിലെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ മോസ്കോ എളുപ്പത്തിൽ തയ്യാറായേക്കില്ല. എന്നാൽ റഷ്യൻ ധാന്യങ്ങളുടെയും രാസവളങ്ങളുടെയും അന്താരാഷ്ട്ര കയറ്റുമതിക്കും കരിങ്കടലിലെ ഉപരോധങ്ങളും ആക്രമണ ഭീഷണികളും തടസ്സമാകുന്നുണ്ട്. അതിനാൽ തന്നെ സിവിലിയൻ ലക്ഷ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ധാരണയിലെത്തുന്നത് തങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു വിഭാഗം കരുതുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം
ലോകം വളരെ പ്രതീക്ഷയോടെയാണ് ഈ വികാസങ്ങളെ വീക്ഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ നീക്കത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. കരിങ്കടൽ വഴിയുള്ള സുരക്ഷിത ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ആഗോള വിപണിയിൽ ഭക്ഷ്യധാന്യ വില ഗണ്യമായി കുറയുകയും പണപ്പെരുപ്പത്തിന് ശമനമുണ്ടാവുകയും ചെയ്യും. എന്നാൽ മുൻകാലങ്ങളിലെ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇത്തരമൊരു കരാർ പ്രായോഗികമാകുമോ എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വെടിനിർത്തൽ ധാരണകൾ പരസ്പരം ലംഘിക്കപ്പെടാനുള്ള സാധ്യതയും ഇരുപക്ഷവും കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തുർക്കിയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ഈ വിഷയത്തിൽ നിർണായകമാകും. മോസ്കോയ്ക്ക് മുന്നിൽ കൈമാറിയ നിർദ്ദേശത്തിൽ റഷ്യ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും കരിങ്കടലിന്റെയും ആഗോള ഭക്ഷ്യമേഖലയുടെയും ഭാവി. കരിങ്കടലിൽ സമാധാനം പുലർന്നില്ലെങ്കിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പുറമെ ആഗോളതലത്തിൽ മറ്റൊരു വലിയ സാമ്പത്തിക ഭക്ഷ്യപ്രകൃതി ദുരന്തത്തിലേക്ക് ലോകം തള്ളിവിടപ്പെടും. അതിനാൽ തന്നെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ക്രെംലിന്റെ പ്രതികരണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്.